കുളിച്ചതേ ഉള്ളോ ജാനിമോളെ? കുളിച്ചതേ ഉള്ളോ? തല ശരിക്കും തോർത്തിയില്ലയോ? മുടിയാൽ വെള്ളമുണ്ട് കേട്ടോ. കുഞ്ഞു ഉറക്കമാണോ? നാളെ പരുത്തമാങ്ങ കറി വെക്കണേ കേട്ടോ. വൈകിട്ട് എനിക്ക് തരണം. ആശുപത്രി ഞാൻ പറഞ്ഞപ്പോ ഒരു വീഡിയോ പഠിച്ചോടാ. ജാനിക്കുട്ടി എന്തൊരു സുന്ദരിയാ. ഇപ്പം കുറച്ച് കഴിയുമ്പോ മറുതയുടെ പോലെ. വരുന്നില്ലയോ? പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ എന്തൊരു ചൂടാണോ. ജനല് തുറന്നിട്ടുമ്പോ ഇച്ചിരി കാറ്റ് കിട്ടും. ഇന്ന് ജാനിക്കുട്ടി എടുത്ത് കയറി കുഞ്ഞോൻ ഉറക്കമായിരുന്നു. പിന്നെ ഇടയ്ക്ക് എപ്പോഴും ഒരു വീഡിയോയില് ഞാൻ കുഞ്ഞോന്റെ മേല് കഴിയിക്കുമായിരുന്നു കേട്ടോ. അപ്പൊ മേല് കഴിയിച്ചോണ്ടിരുന്നപ്പോ തോർത്തൊളിപ്പിച്ചോണ്ടിരുന്നപ്പോ ഒരു വീഡിയോ ഒരു 2 സെക്കൻഡ് അവന്റെ ഒരു വീഡിയോയ്ക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ വീഡിയോയ്ക്ക് കമന്റ് ഓഫ് ആയി പോയത് കേട്ടോ. കുഞ്ഞോന്റെ നമ്മുടെ ഈ കോപ്പ നിയമപ്രകാരം അങ്ങനെയുള്ള വീഡിയോസും ഫോട്ടോസും ഒന്നും കാണിക്കരുതെന്നൊക്കെ ഉള്ള ഇതുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ആ വീഡിയോയുടെ കമന്റ് ഓഫ് ആയി പോയത് കേട്ടോ. അപ്പൊ ഞാൻ അതെല്ലാം എടുത്ത് കളഞ്ഞെത്തുന്ന. അപ്പൊ അതുകൊണ്ട് ഇന്ന് കുഞ്ഞോന് ഭയങ്കര ചൂടല്ലേ. അപ്പൊ കുഞ്ഞോന് ഉടുപ്പൊന്നും ഇല്ലാതെ കിടന്നുറങ്ങുമായിരുന്നു. അതുകൊണ്ട് കുഞ്ഞോന്റെ വീഡിയോ ഒന്നും അധികം എടുത്തില്ല കേട്ടോ. എന്തിനാണ് വെറുതെ നമ്മൾ പണി മേടിച്ചു കെട്ടുന്നേ. പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും ഞാൻ നേരിട്ട് കണ്ടില്ല, പക്ഷെ മുത്തിനെ കണ്ടു. അഹല്യ ഹോസ്പിറ്റലിൽ മുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനെ കണ്ണ് ടെസ്റ്റ് ചെയ്യണമല്ലോ. ഡ്രൈവിംഗിന് ചേർന്നു. ഈ ലേണേഴ്സിനെ അവർ വിളിക്കും. അത് കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങും. അപ്പം ഐ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് അഹല്യയിലാണ് പോയത്. അവിടെ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നു. ഡോക്ടർ മുത്തിനോട് എന്നെ അന്വേഷിച്ചു എന്ന് പറയണമെന്ന് പറഞ്ഞു കേട്ടോ. ഡോക്ടർ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, എല്ലാ വീഡിയോസും കാണുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം, ഒരുപാട് കേട്ടോ. പിന്നെ വേറെ എന്താ വിശേഷം? ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് വാങ്ങിച്ചു. പാല് പിന്നെ ഇത് തീർന്നിട്ട് എത്ര ദിവസമാണെന്ന് അറിയാമോ? ഞാൻ ചായ കുടിക്കുന്ന 1/2 ഗ്ലാസ് ചായ വീതം കുടിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നെ ഇത് തീർന്നായിരുന്നു. പിന്നെ ഒരു പാക്കറ്റ് ജീര റൈസ് മേടിച്ചു കേട്ടോ. ജീര റൈസ് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടപ്പോ മേടിച്ചോണ്ട് പോരുന്നതാണ്. അപ്പൊ ഇത് വെച്ച് നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വെക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. അപ്പൊ അത് വെച്ച് എന്തെങ്കിലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ഇനി ചുമ്മാ ചോറ് വെച്ച് കഴിക്കാമല്ലോ. ഇരിക്കട്ടെ, എല്ലാം നമ്മളൊന്ന് രുചിച്ചറിയണമല്ലോ. നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ നമ്മളൊന്ന് രുചിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ മേടിച്ചത് ടാറ്റയുടെ റോക്ക് സോൾട്ട് വാങ്ങിച്ചു കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് ഒരുപാട് ഈ മെഡിസിനെ പറ്റിയും ട്രീറ്റ്മെന്റിനെ പറ്റിയൊക്കെ അറിയാവുന്നവരൊക്കെ നമ്മുടെ ഫാമിലിയിലുണ്ട്. പിന്നെ FBയിലും ഇൻസ്റ്റയിലും ഒക്കെ നമുക്ക് പരിചയമുള്ളവരുണ്ട്. അപ്പൊ അവരൊക്കെ എന്നോട് പറഞ്ഞു
ഈ വെളുത്ത ഉപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഉപ്പ് കല്ലോ റോക്ക് സോൾട്ടോ ഒക്കെ ആയിട്ട് ഒന്ന് മാറ്റം വരുത്താൻ പറഞ്ഞു. ഇത് ഞാൻ ആദ്യമായിട്ട് മേടിക്കുക. ഇതിന്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ എന്താണ് നമ്മുടെ ഗൂഗിൾ അമ്മായി എന്നോട് കുറെ കാര്യമൊക്കെ പറഞ്ഞു തന്നു. എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ വെളുത്ത ഉപ്പും വിഷം തന്നെയല്ലേ. അപ്പൊ എന്തായാലും ഉപ്പും മധുരമൊക്കെ കുറയ്ക്കണം എന്നുള്ളതാണ് ശരിക്കുമുള്ള സത്യം. അതാണ് അതിന്റെ ഒരു ശരിയായ രീതി അതാണല്ലേ. എന്നാലും നമ്മൾ അങ്ങനെ പെട്ടെന്ന് അതൊന്നും അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് അധികം ദോഷമില്ലാത്ത സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കാം. പിന്നെ ഞാൻ വീഡിയോസിലെ കോൺഫ്ലോറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സോസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അന്നൊരു ഇപ്പം ഒരു രുചിക്ക് നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന സാധനം ഉണ്ടാക്കുമ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അല്ല നമ്മൾ സ്ഥിരം ഇതൊന്നും അല്ലല്ലോ. നമ്മുടെ നാടൻ രീതികളിലുള്ള ഭക്ഷണമൊക്കെയാണ് നമ്മൾ സാധാരണ കഴിക്കുന്നത്. വല്ലപ്പോഴും ഒക്കെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ എന്റെ പ്രിയങ്ങൾ എന്നോട് പറഞ്ഞു തന്നതുകൊണ്ട് എനിക്ക് ദേഷ്യമോ പരാതിയോട്ടൊന്നും പറഞ്ഞതല്ല. നല്ല കാര്യം തന്നെയാണ്. അതൊക്കെ ഞാൻ മനസ്സാ സ്വീകരിച്ചിരിക്കുന്നു. എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അതിന്റെ സത്യാവസ്ഥ ഇതാണ്. നമ്മള് ഇതൊക്കെ സ്ഥിരം ഉപയോഗിച്ചാൽ എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചുറ്റുപാടിലെ പച്ചക്കറികളോ ഏത് സാധനങ്ങളോ നമ്മൾ വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തി എല്ലാം ഉപയോഗിക്കാനൊന്നും ഉള്ള സാഹചര്യം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ വാങ്ങിച്ചേ പറ്റുള്ളൂ തന്നെ. പിന്നെ കുറെ പേര് മല്ലിയിലയുടെ കാര്യം എന്നോട് പറഞ്ഞു കേട്ടോ. മല്ലിയില ഞാൻ മുളപ്പിക്കുന്ന രീതിയൊക്കെ നോക്കി, പക്ഷെ എനിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ലേ. പിന്നെ എനിക്ക് എല്ലാത്തിനും മല്ലിയിലയുടെ മണം വേണം തന്നെ. അതുകൊണ്ടാണ് ഞാൻ മല്ലിയില റെഡിമെയ്ഡ് മേടിക്കുന്നത്. അത് മേടിച്ചു കൊണ്ടുവന്നാൽ ഞാൻ കുറെ വെള്ളത്തിൽ കഴുകിയെടുക്കും, ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് മുക്കി വെക്കും. എന്നിട്ടൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്റെ പ്രിയങ്ങൾ എന്നോട് പറഞ്ഞു ഇതുപോലെ ഒരുപാട് വിഷം അടിക്കുന്ന സാധനമാണിത്, ഇത് കഴിവതും ഒഴിവാക്കുന്നതിനോട് പറഞ്ഞത് കൊണ്ടാട്ടോ. അപ്പൊ നിങ്ങൾ പറഞ്ഞു തരുന്ന നല്ല കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സാ അംഗീകരിക്കുന്നുണ്ട്. അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഇന്നത്തെ അടുക്കളയിലെ പണികളെന്ന് വെച്ചാല് ചോറ് വെച്ചു. പിന്നെ ഇന്നലെ നമുക്ക് ബീഫും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. രാവിലെ ബീഫ് കറി അപ്പമായിരുന്നു. പിന്നെ ഉച്ചക്കലത്തേക്ക് ചിക്കൻ വറുത്തു. മാമിയാണ് സ്പെഷ്യൽ ചിക്കൻ വറപ്പായിരുന്നു. അപ്പം ബാക്കി കുറച്ച് എല്ലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിക്കന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് അമ്മ അതെടുത്ത് റോസ്റ്റ് പോലെ, അത് കറിയല്ല റോസ്റ്റ് പോലെ ആക്കി അത് തന്നു വിട്ട്. അത് തന്നു വിട്ടു. പിന്നെ മോര് കറി തന്നു വിട്ടു. പിന്നെ എന്താ നോക്കട്ടെ, ഇന്നലെ വറുത്ത ചിക്കനാണ് കേട്ടോ. ഇത് മുത്തിനെടുത്തോണ്ട് പോകണം. അപ്പൊ നമ്മള് ഇന്ന് ഇതൊക്കെ ഉണ്ട്. മോര് കറി ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കട്ടെ, എന്തെങ്കിലും ഒരു തോരനോ മെഴുക്കുവരട്ടിയോ പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടാം. ഒരു പച്ചക്കറികളും ഇല്ലല്ലോ, അതുകൊണ്ട് കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ കുളിയും ജപമൊക്കെ കഴിച്ചിട്ട് വരാം. എന്റെ പ്രിയങ്ങള് ഞാൻ പറഞ്ഞില്ലേ 200K ആയത് കാര്യം ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞു. എന്റെ പ്രിയങ്ങൾ എല്ലാവരും എന്നെ ആശംസകൾ അറിയിച്ചു, ഒരുപാട് സ്നേഹം അറിയിച്ചു. അവരൊക്കെ അത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് ഒരുപാട് സ്നേഹത്തോടെ പറഞ്ഞിട്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി എന്റെ പ്രിയങ്ങളെ കേട്ടോ. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓരോരുത്തരെയും പ്രത്യേകമാണ് പ്രിയങ്ങളെ എന്ന് വിളിക്കുന്നത് കേട്ടോ. എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. എന്നോട് ഒരുപാട് വഴക്കടിക്കുന്നവരോട് മാത്രമേ ഞാൻ തിരിച്ചു മറുപടി പറയാറുള്ളൂ കേട്ടോ. അല്ലാതെ ആരോടും എനിക്ക് ഒരു ദേഷ്യവും ഇല്ല. പിന്നെ നമ്മൾ സർവ്വം സഹയൊന്നും അല്ലല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരുന്ന കാര്യങ്ങൾ നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഒട്ടും ഉചിതമല്ല. നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ എന്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ, എല്ലാത്തിനും ഒന്നും ഞാൻ പ്രതികരിക്കുന്നുമില്ല. ചില കാര്യങ്ങളിലൊക്കെ അങ്ങനെ മാത്രമേ ഉള്ളൂ ഒരു ദേഷ്യമൊക്കെ. അല്ലാതെ ആരോടും എന്റെ ചക്കര മുത്തുമണികൾ എത്ര മാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എനിക്കറിയാട്ടോ. എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വട്ടെ. വിയർത്തൊഴുകുന്ന കണ്ടോ? കുളിച്ച ലക്ഷണമായില്ലേ ഞാൻ? ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇപ്പൊ വരാട്ടോ. 2-3 വഴുതനങ്ങ പച്ചക്കറി മേടിച്ചതിന്റെ കൂട്ടത്തിൽ കിടന്നാണ്ട് അത് വാടിയ ഒരു പരുവത്തിലായി കണ്ടോ. അപ്പോ അതും ഒരു ചേമ്പ് ഇവിടെ അങ്ങോട്ട് കിടന്നതാട്ടോ. അതും കൂടി ഒരു മെഴുകുവരട്ടി വെക്കാന്ന് വിചാരിച്ചു. കാരണം ഇവർക്ക് 2 പേർക്കും ഇത് വേണ്ട. രാവിലെ നമുക്ക് അപ്പവും ഇന്നലെ ബീഫ് കറി വെച്ചില്ല, അപ്പൊ അപ്പത്തിന്റെ മാവും ഉണ്ടായിരുന്നേ. അപ്പൊ രാവിലത്തേക്ക് വെച്ചിരുന്നു. രാവിലെ അപ്പവും ബീഫ് കറിയായിരുന്നു. അപ്പൊ അത് ഇരിപ്പുണ്ട്. കാരണം ഇന്ന് മുത്ത് എന്റെ കൂടെ അങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ കൂടെ അല്ല, രാവിലെ ബസ്സിന് പോയി. കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നേ. ഒരു 3 പേരുടെ ബസ്സിന് പോയി. ലൈസൻസ് ഡ്രൈവിങ്ങിന് പഠിക്കാൻ ചേരാൻ വേണ്ടിയിട്ട്.
അതുകൊണ്ട് മോനുകുട്ടനെ അപ്പുറത്ത് അമ്മയുടെ അടുത്ത് വരുന്നു. അതുകൊണ്ട് രാവിലെ ഉണ്ടാക്കിയ അപ്പവും ഒക്കെ ഇവിടെ ഇരിക്കുന്നു. മിക്കവാറും അവർ രാത്രിയിൽ അതായിരിക്കും കഴിക്കുന്നത്. അവർക്ക് ചോറിനേക്കാളും ഇഷ്ടം അങ്ങനെയൊക്കെയുള്ള ആഹാര സാധനങ്ങളാണ് കേട്ടോ. ചപ്പാത്തിയോ എന്തായാലും അവർക്ക് അതാണ് ഇഷ്ടം ചോറിനേക്കാൾ. അപ്പൊ ഇന്ന് അവരത് കഴിക്കും. അതുകൊണ്ട് എനിക്ക് മെഴുക്കുവരട്ടി ഇച്ചിരി വേണം. എന്ന് വെച്ചാൽ എനിക്ക് ചിക്കനോ മീനോ എന്തോ ആയാലും എനിക്ക് ഒരു ഇച്ചിരി മെഴുക്കുവരട്ടിയോ തോരനോ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് ഒരു സമാധാനമാകത്തുള്ളൂ. പിന്നെ ഞാന് ഒരു സവാള എടുത്തായിരുന്നു, അത് എവിടെ കൊണ്ട് വെച്ചു? സവാള മിസ്സിങ്. എത്ര ഉള്ളു? അയ്യോ, അതുകൊണ്ട് ഒരു സവാള എടുത്ത് കേട്ടോ. ചേമ്പ് ഞാൻ ചിരണ്ടി വെള്ളത്തിനകത്ത് ഇട്ട് എൻ്റെ കൈ ചൊറിയോ അല്ലെങ്കിൽ, അതുകൊണ്ട് ഞാൻ എളുപ്പം അതങ്ങ് ചിരണ്ടി വെച്ച്. അപ്പം ഇന്ന് ഏപ്രിൽ 1-ാം തീയതി, ഇനി വീഡിയോ വരുമ്പോൾ 3-ാം തീയതി ആകും. അപ്പം 1-ാം തീയതി എന്താണ് ഏപ്രിൽ ഫുള്ളാണ്, വിഡ്ഢി ദിനമാണ് എന്നൊക്കെ പറയാറില്ലേ. അവരെയൊക്കെ വിഡ്ഢി ദിനത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരില്ലേ. അപ്പൊ കളിയാക്കുന്നവരുണ്ട് എന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ എൻ്റെ കുഞ്ഞമ്മയുടെ മോള് അവളുടെ ബർത്ത്ഡേ ആണിന്ന്. അപ്പം അവളെനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി ഈ ഏപ്രിൽ ഫൂളിൻ്റെ അന്ന് ബർത്ത്ഡേ വന്നപ്പോഴത്തേക്ക് എൻ്റെയും അമ്മയൊക്കെ ഒരുപാട് പേര് ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. എനിക്കതൊക്കെ വിഷമവും വന്നിട്ടുണ്ട് ചേച്ചി. അതുകൊണ്ടത് അങ്ങനെയുള്ള ഒരുപാട് പേര് കാണും ചേച്ചി, അതുകൊണ്ട് വീഡിയോയിൽ പറയണമെന്ന് കേട്ടോ. നമ്മൾ ഈ ഏപ്രിൽ ഫൂൾ ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതല്ലേ അല്ലെ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ ഓർമ്മകൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഈ ഓരോ ദിവസങ്ങൾ നമ്മൾ കണക്ക് കൂട്ടി വെക്കുന്നത്. നമ്മൾ ജനിക്കുന്ന ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്ത് വെക്കുന്ന പോലെ അല്ല. അതിന് അങ്ങനെ ഒരു ദിവസം ജനിച്ചത് കൊണ്ട് അവർ വിഡ്ഢിയായി പോയി, അവര് ഫൂളാണ് എന്ന് കളിയാക്കുന്നത് ശരിയല്ലല്ലോ. അതൊരു വലിയ തെറ്റല്ലേ അത് ഒരു കാര്യത്തിലും. പിന്നെ എന്താണ് തൊഴിലാളി ദിനത്തിന് ജനിക്കുക, മെയ് 1 തൊഴിലാളി ദിനമാണ്, ലോക തൊഴിലാളി ദിനമാണ്. അങ്ങനെ അവരെ ഉടനെ നീ പണിയെടുത്ത് ജാവത്തേ ഉള്ളൂ അങ്ങനെയൊക്കെ കളിയാക്കുന്നവരോട് തമാശക്കാണ് അവർ പറയുന്നത്. പക്ഷേ കേൾക്കുന്നവർ അങ്ങനെ ആയിരിക്കത്തില്ല. കുറെയൊക്കെ അവർ കേട്ടെന്നും കേട്ടില്ലെന്നും പല തമാശ മട്ടിലും ഒക്കെ എടുക്കും. കുറെ ആകുമ്പോൾ അവരുടെ മനസ്സിൽ എപ്പോഴേലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുത്തി നോവും അല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയങ്ങള് ആരെങ്കിലും അങ്ങനെയൊക്കെ നോവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണേലും അന്നൊക്കെ എന്ന് വെച്ചാൽ ഫൂളാക്കാൻ നമ്മളിങ്ങനെ കാത്തിരിക്കുമല്ലോ ഏപ്രിൽ 1 വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്നേരം ആണെന്നുണ്ടെങ്കിലും പിറന്നാളാണെ ചിലര് മിണ്ടത്തില്ല, അവർക്ക് മടിയാണ് പുറത്ത് പറയാൻ. എന്ന് വെച്ചാൽ അവരെ കളിയാക്കും, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ അതൊക്കെ തമാശ മട്ടിൽ എടുക്കണമെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ഈ ഒരു ഏപ്രിൽ ഫൂളാക്കാൻ വേണ്ടിട്ട് ഓരോന്ന് ചെയ്തു വെക്കുന്നത് ഓരോ അപകടത്തിലൊക്കെ വന്ന് ഭവിക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിവതും ഒഴിവാക്കുന്നത് തന്നെയല്ലേ നല്ലത്. നമ്മൾ തമാശക്കാണ് ചെയ്യുന്നത്, അല്ലെ ആരെങ്കിലും ഒന്ന് അബദ്ധം പറ്റിപ്പിക്കാനാണ് ചെയ്യുന്നത്, എന്നാൽ തന്നെ അത് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം അല്ലേ. മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒന്നും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള തമാശകൾ വേണ്ട എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ഞാനത് ഇങ്ങനെ ഇന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇന്ന് ചിന്നുവിന്റെ പിറന്നാളായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ചിന്നു അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഏപ്രിൽ ഫൂളിൻ്റെ അന്ന് ജനിച്ചതിന്റെ പേരിൽ എനിക്ക് അമ്മയ്ക്കൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഓരോരുത്തരുടെയും സംസാരത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അവളെ പോലെ ഒരുപാട് പേരുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അങ്ങനെ ആരെയും ഇപ്പൊ ഇതിന്റെ കാര്യത്തിൽ മാത്രമല്ല ഒരു കാര്യത്തിലും അങ്ങനെ മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അറിയാതെ വേദനിപ്പിക്കുന്ന പോലല്ല. നമ്മൾ മനഃപൂർവ്വം കണക്ക് കൂട്ടി ഇന്ന ആളിനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണം, അവരെ ഒന്ന് നോവിക്കണം, അവരെ ഒന്ന് താഴ്ത്തി കെട്ടണം എന്നൊക്കെ കണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളില്ല. അതൊന്നും ഒരിക്കലും ചെയ്യരുത് കേട്ടോ. കാരണം നാളെ നമ്മളുടെ അവസ്ഥ എന്താണ്, നാളെ നമ്മൾ എവിടെയൊക്കെ അവഹേളിക്കപ്പെടും, കളിയാക്കപ്പെടും എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് എപ്പോഴായാലും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള താഴ്ത്തിക്കെട്ടലുകളൊക്കെ വരാവുന്നതേ ഉള്ളൂ എന്ന് വിചാരിച്ച ആ ഒരു ബോധത്തോടെ നമ്മൾ മറ്റുള്ളവരെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ പോകുന്നതാണ് നല്ലത്. കുറ്റങ്ങളില്ലാത്ത ആരാ ഉള്ളതല്ലേ. അപ്പൊ ഇതിങ്ങനെ കുറ്റപ്പെടുത്തലിന്റെ കാര്യമല്ല പറഞ്ഞത്, ഇങ്ങനെ കളിയാക്കലിന്റെ കാര്യം ഞാൻ പറഞ്ഞതാട്ടോ. തമാശക്കാണ്. ചിലർക്കാണെങ്കിൽ ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് കളിയാക്കിയിരുന്നോണ്ട് അവർക്ക് ഭയങ്കര ഒരു മനപ്രയാസം അല്ലേ. ഇപ്പം ഞാൻ എപ്പോഴും ഞാൻ ഈ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോ എടുക്കുന്നതിന് കളിയാക്കുന്നവരൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ അത് കുറെയൊക്കെ നമ്മൾ മൈൻഡ് ചെയ്തില്ല എന്ന് വെച്ചാൽ തന്നെ എപ്പോഴേലും ഒക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇവരൊക്കെ എന്നെ ഇങ്ങനെ പറയുന്നല്ലോ എന്ന് വിചാരിക്കാറുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ കേട്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞു പോകുന്നതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത് ഓർക്കുന്നത് അല്ലേ.
അപ്പൊ അങ്ങനെയുള്ള കളിയാക്കലുകളൊന്നും ആരോടും തമാശക്കാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. ആരും വേദനിപ്പിക്കാതിരിക്കുക. നമുക്ക് ആരെയും സന്തോഷിപ്പിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ എല്ലാരും ശ്രമിക്കുക കേട്ടോ. എന്തോ അയ്യോ മാമി തന്ന അവിയലാട്ടോ, പറയാൻ മറന്നുപോയി. ഞാൻ മുത്തിന്റെ കൊടുത്ത് അവനെ കൊണ്ട് ബാഗിനകത്ത് വെച്ചേക്കുമായിരുന്നു. ഇപ്പൊ അതവിടെ ഇരുന്ന് അഴുക്കായി പോയേനെ. ഇപ്പൊ ബാഗ് എടുത്തത് കാര്യമായി. അയ്യോ അവിയലുണ്ടായിരുന്ന മെഴുകുവരട്ടി വെക്കത്തില്ലായിരുന്നു. മറന്നുപോയി എന്റെ പ്രിയകളെ. കണ്ടോ എന്റെ ഓർമ്മ കുറവ് കണ്ടോ. പിന്നെ ഞാൻ പറയാൻ മറന്നു, മീൻ വാങ്ങിച്ചോണ്ടാ വന്നത്. ഇന്ന് ചിക്കൻ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഇന്നലെ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടെന്നോ ഒന്നും ഞാൻ ഓർത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇന്നിപ്പോ മോനുകുട്ടൻ അവിടെ ഉള്ളത് കൊണ്ട് അതൊക്കെ എടുത്താലും അമ്മ അവനെ കഴിക്കുമല്ലോ. അതുകൊണ്ട് ഇത് രാത്രിയിലത്തേക്ക് കാണുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ വന്നപ്പോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മീനെല്ലാം കഴുകി ഫ്രീസറിനകത്ത് എടുത്ത് വെച്ച് കേട്ടോ. ഇനിയിപ്പോ നാളെ എടുക്കാം. അയ്യോ ഞാൻ മെനക്കെട്ടത് വെറുതെ ആയി. അത് ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ഇടണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് കമന്റ് ഇടണേ. പിന്നെ ഏപ്രിൽ 1 പിറന്നാൾ ആഘോഷിച്ച എല്ലാ ചക്കര മുത്തുമണികൾക്കും ഹാപ്പി ബർത്ത്ഡേ. ചക്കര മുത്തുമണികളാണ് എല്ലാവരും കേട്ടോ. എന്റെ ചിന്നുവിനും ഹാപ്പി ബർത്ത്ഡേ. ചിന്നുവിന് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. ഇപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞത് കൊണ്ട് ഞാൻ ചിന്നുവിന് ഇതിലെ ഹാപ്പി ബർത്ത്ഡേ പറയുവാണ് കേട്ടോ. ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞെങ്കിൽ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ മെഴുക്കുവരട്ടി ഏകദേശം ആയി കേട്ടോ. ഇടയ്ക്ക് ഒരു കോള് വന്ന കാരണം നമുക്ക് പാചകമൊക്കെ മിസ്സായി പോയി. സാരമില്ല. ഇതാണ് നമ്മുടെ ചേമ്പ് വഴുതനങ്ങ മെഴുക്കുവരട്ടി. ഇതൊക്കെ നിങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള കാര്യമല്ല. കാരണം ഈ മെഴുക്കുവരട്ടി വേറെ ആരും വെച്ചിട്ടുണ്ടാവത്തില്ല. കാരണം ഇതൊക്കെ എന്റെ മാത്രം ട്രിക്കാണല്ലോ. അപ്പൊ എനിക്ക് കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട്. ഇന്ന് നമ്മൾ തുണി കഴുകിയേ. അപ്പോൾ അത് മടക്കി വെക്കാനുണ്ട്. ബാക്കി ഉണങ്ങിക്കിടന്നെല്ലാം ഞാൻ എടുത്ത് ഇട്ടിട്ടാ പോയത്. അപ്പൊ അതൊന്ന് മടക്കി വെക്കാം എന്ന് വിചാരിച്ചു. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് തുണി മടക്കി വെച്ചിട്ട് വരാം. കുട്ടിന്റെ യൂണിഫോമായിട്ടൊക്കെ എന്തിനാ കഴുകിയെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇത് വേണ്ട, എന്നാലും കഴുകി ഇരിക്കട്ടെ അല്ലെ. കുറച്ചു നാളൊക്കെ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണമല്ലോ. മുത്തിന്റെ തുണിയെല്ലാം കൊണ്ട് കൊടുത്തു. ഇനി എന്റെ ചേലയൊക്കെ മടക്കി വെക്കട്ടെ. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ? ഈ നൈറ്റിയൊക്കെ എത്ര വർഷമായ നൈറ്റിയാണെന്നറിയാമോ? ഒരുപാട് നാൾ മുമ്പുള്ള നൈറ്റിയൊക്കെ കേട്ടോ. ഇപ്പോഴാണ് പിന്നെ ഞാൻ അധികം പഞ്ചറായതൊക്കെ അങ്ങ് മാറ്റുന്നത്. പിന്നെ നേരത്തെയൊക്കെ ആണെങ്കിൽ വർഷങ്ങളായതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചുരിദാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നൈറ്റിയൊക്കെ ആണെങ്കിലും എത്ര വർഷമായത് വേണേലും ഞാൻ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് വല്ലപ്പോഴും ഒക്കെ അതൊക്കെ അങ്ങ് മാറ്റും. മോനുകുട്ടൻ കഴിഞ്ഞ വർഷം ദുഃഖവെള്ളിയുടെ അന്നൊക്കെ ഈ ഷർട്ടായിരുന്നു ഇട്ടത്. ഈ വർഷം ഇത് ഇടാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇത് ടൈറ്റ് ആയിപ്പോയതുകൊണ്ട് ഇത് മാറ്റി. അങ്ങനെ ഒരുപാട് പാന്റും ഷർട്ടും ഒക്കെ 1-2 തവണ ഇട്ടിട്ട് പിന്നെ അങ്ങ് മാറ്റി വെക്കുക. ഈ യൂണിഫോം ഇട്ടുകൊണ്ട് പോകുന്നോണ്ടേ അധികം വേണ്ടല്ലോ. പിന്നെ ഞായറാഴ്ച പള്ളിയിൽ പോകാനും ഒക്കെ മതിയല്ലോ. അതുകൊണ്ട് അങ്ങനെ ഇരുന്ന് പലതും അങ്ങ് ചെറുതായി പോകും കേട്ടോ. 1-2 കൂടി വന്ന ഒരു 5 തവണയൊക്കെ ഇട്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് ചെറുതായി പോകും. ഈ ചുരിദാറാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പഴകിപ്പോയി കേട്ടോ. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇതിട്ടുകൊണ്ട് പോയപ്പോഴത്തേക്ക് ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, അവിടെ നമുക്ക് ഡെയിലി ചിട്ടിയുണ്ട്. ചിട്ടിയുടെ ആൾ വന്നപ്പോൾ എന്നോട് ചോദിക്കുമോ ഇത് എവിടുന്ന് എടുത്തോ, ഓൺലൈനിൽ നിന്ന് എടുത്തതാണോ, അങ്ങനെയാണോ ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായ വട്ടിൽ ചോദിച്ചു. ശരിക്കും ഇത് പഴകിപ്പോയി. പിന്നെ പ്രത്യേകിച്ച് വൈറ്റ് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് മങ്ങുമല്ലോ. നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മാറാറായി. അതെല്ലാം ഒന്ന് മാറ്റണം. അടുത്ത ആഴ്ച അതൊക്കെ മാറ്റണം. മുറ്റത്തെല്ലാം ഇറങ്ങി ചാടിയിട്ട് വന്ന് ബെഡ്ഷീറ്റേ കയറുന്നത് കൊണ്ട് പെട്ടെന്ന് അഴുക്കാവും കേട്ടോ. സ്കൂളിൽ പോവാണെങ്കിൽ അത്രയും അഴുക്കാവത്തില്ല. വന്ന് കുളിയൊക്കെ കഴിഞ്ഞുള്ള ചാട്ടവും മറിച്ചിലും ഒക്കെ അല്ലേ ഉള്ളി ബെഡ്, അതുകൊണ്ട് അത്രയും അഴുക്കാവത്തില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. സ്കൂളിൽ പോവാതെ ഇവിടെ ഇരുന്നിട്ട് ഉള്ള അഴുക്കിനകത്തൊക്കെ പോകും. എന്നിട്ട് കൂടി വന്ന് കയറും. എല്ലാവരുടെയും വീട് ഒരു തരത്തിൽ ഇപ്പൊ യുദ്ധക്കളമായില്ലയോ.
ഇതെല്ലാം കഴിഞ്ഞ് ഇവർ സ്കൂളൊക്കെ തുറന്ന് സ്കൂളിലോട്ട് പോയി കഴിയുമ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു എന്താണ് ഒരു ഏകാന്തത ഫീൽ ചെയ്യല്ലേ. അത്രയും ദിവസം കുഞ്ഞുങ്ങൾ കൊണ്ട് വീട്ടിൽ ഭയങ്കര ആളും ബഹളമൊക്കെയാണ്, അവരുടെ പുറകെ നടക്കുക, ഓടിച്ചാടി ബഹളമാണ് നമുക്ക്. പക്ഷെ അവർ പോയി കഴിയുമ്പം പെട്ടെന്ന് ഒരു ദിവസം അവർ സ്കൂൾ തുറന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് വീട് ആകെപ്പാടെ ഒരു മൂകതയായിപ്പോ അല്ലേ. നമ്മൾ വീട്ടിൽ പുറത്ത് ജോലിക്ക് പോകുന്നവർക്ക് അത്രയും പ്രശ്നം ഫീൽ ചെയ്തില്ല. പക്ഷെ വീട്ടിലിരിക്കുന്ന അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു 2-3 ദിവസം എന്ന് വെച്ചാൽ പഴയതുപോലെ ഒന്ന് ആയി വരാൻ ഇച്ചിരി പ്രയാസം അല്ലേ. നമുക്ക് അത്താഴം കഴിക്കാം കേട്ടോ. മോനുകുട്ടന് എന്താ മൈബോസ് കാണുക, എത്ര കണ്ടാലും മതി വരത്തില്ല മോനുകുട്ടൻ ആ സിനിമ കേട്ടോ. ഭയങ്കര ഇഷ്ടം ആ സിനിമ, അതും 2 കൺട്രീസ് ഒക്കെ. അത് ആ 2 സിനിമകൾ ഭയങ്കര ഇഷ്ടം. അത് എപ്പോ വന്നാലും ഇരുന്നങ്ങ് കാണും. അതുപോലാണ് എന്താണ് ഇപ്പോൾ ഒരു സിനിമ ഉണ്ടല്ലോ ടോവിനോടെ, എന്റെ പേര് മറന്നു ഓർക്കട്ടെ, മിന്നൽ മുരളി. മോനുകുട്ടൻ അതൊരു 100 തവണ കൂടുതൽ കണ്ടു കാണും കേട്ടോ. എപ്പോഴും ടി വിയിൽ വരുമല്ലോ, അന്നേരം എല്ലാം ഇരുന്നങ്ങ് കാണും. ഞാൻ കണ്ട് മടുത്ത്. ഞാൻ വർഷങ്ങളായി എൻ്റെ പ്രിയങ്ങളെ എൻ്റെ ഇഷ്ടത്തിന് ടി വി കണ്ടിട്ട്. ഞാൻ മുത്തിനെ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പകൽ സമയത്തൊക്കെ ഇരുന്ന് പാട്ടും സിനിമകളും ഒക്കെ കാണുമായിരുന്നു. അപ്പോഴും സീരിയൽ കാണാൻ സമ്മതിക്കാറില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സീരിയൽ ഒന്നും കാണാറില്ലായിരുന്നു. പിന്നെ ഡെലിവറിക്ക് വേണ്ടി വീട്ടിൽ വന്നപ്പോൾ സമയത്തെന്ന് വെച്ചാൽ അവിടുത്തെ അമ്മയാണെങ്കിൽ സീരിയൽ മൊത്തം കാണുന്ന ആളാണ്. പക്ഷെ നമുക്ക് സ്ഥിരം കാണാത്തത് കൊണ്ട് നമുക്ക് കഥയൊന്നും അറിയത്തില്ല. അതുകൊണ്ട് വെറുതെ അവിടെ കൂടെ ഇരുന്ന് കാണുമെന്നുള്ളതേ ഉള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മുത്തി ജനിച്ചു. പിന്നെ നമുക്ക് ഒന്നും ഇല്ലല്ലോ, സമയമില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഇവനെ കുറച്ച് നമ്മൾ അത്രയും കൊണ്ടു നടക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ ഇഷ്ടത്തിനുള്ള സിനിമകളും ടി വി പരിപാടികളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. കാർട്ടൂൺ മാത്രം കേട്ടോ, കാർട്ടൂണും പിന്നെ അന്നൊക്കെ പോഗോ ചാനലുണ്ടായിരുന്നു, പോഗോയും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ ആ ടി വി കാണൽ അങ്ങ് നിർത്തി, അങ്ങ് ഉപേക്ഷിച്ചു. ഇപ്പം ഞാൻ ടി വി കാണാറേ ഇല്ല, വർഷങ്ങളായി സത്യമാണ് ഞാൻ ടി വി കാണാറേ ഇല്ല. എനിക്കിഷ്ടമുള്ള പരിപാടികളൊന്നും ഞാൻ നോക്കാറേ ഇല്ല കേട്ടോ. എന്തൊക്കെ സീരിയലുകൾ ഉണ്ടെന്നോ എന്തൊക്കെ പ്രോഗ്രാമുകൾ ടി വിക്കകത്തുണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ല, സത്യമാണ്. ഇങ്ങനെയുള്ളവരുണ്ടോയെന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇങ്ങനെ ഞാൻ കാണാറേ ഇല്ല. ഇപ്പം ബിഗ് ബോസ് എന്നൊക്കെയുള്ള പ്രോഗ്രാം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. മോഹൻലാൽ അതിനകത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്, അതിനകത്ത് കുറെ ആൾക്കാരുണ്ടെന്നല്ലാതെ അതിനകത്തുള്ള കുറച്ച് പേരെയൊക്കെ എനിക്കറിയാം. പക്ഷെ അതെന്താണ് അതിനകത്ത് നടക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കാണാറില്ല. അതിന്റെ ഈ ഓരോ ക്ലിപ്പിംഗ് ഒക്കെ വരുമല്ലോ, അത് മാത്രമാണ് ഈ കാണുന്നത്, അത് ഫോണില്. അല്ലാതെ ടി വി കാണല് ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായി എൻ്റെ ജീവിതത്തിൽ നിന്ന് അന്യം നിന്നുപോയി. പിന്നെ മോനുകുട്ടനെ പ്രഗ്നന്റ് ആയിട്ടിരുന്ന സമയത്തൊക്കെ പകലൊക്കെ ഇരുന്ന് ടി വി കാണും. വൈകിട്ടെന്ന് വെച്ചാൽ ഇവരെല്ലാം വന്നു കഴിഞ്ഞ് ഇവരുടെയൊക്കെ ഇഷ്ടത്തിനുള്ള പ്രോഗ്രാം ഒക്കെയാണ് കാണുന്നത്. അവർക്കൊക്കെ സ്റ്റാർ മൂവീസും പിന്നെ ഈ പറഞ്ഞ പോലെ ഹൊറർ സിനിമകളും തമിഴ് ഈ എന്താ അടിപിടി സിനിമകളും അങ്ങനെയൊക്കെ ഉള്ളതാണ് കാണുന്നത്. എനിക്കതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടെ ഇരിക്കത്തില്ല കേട്ടോ. പിന്നെ പകൽ സമയത്ത് എനിക്കിഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കും. അന്ന് മൊബൈലൊന്നും അധികം ഉപയോഗിക്കുന്നില്ലല്ലോ, മോനുകുട്ടനെ പ്രഗ്നന്റ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ. സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ല. പിന്നെ അത്യാവശ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫേസ്ബുക്ക് മാത്രമാണ്. അതിനകത്ത് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അന്ന്. പിന്നെ അതുകൊണ്ട് പകൽ സമയത്ത് നമ്മൾ ടി വി പാട്ടൊക്കെ വെച്ചുകൊണ്ട് അടുക്കളയിൽ ജോലികളെല്ലാം ചെയ്ത് തീർക്കും. അങ്ങനെയൊക്കെ അങ്ങ് പിന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ വീണ്ടും ആ വഴിയെല്ലാം അങ്ങ് പോയി. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ വല്ലതൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോ കേട്ടോ. ഓക്കെ, ചോറുണ്ട്. അയ്യോ സാറേ കഴിക്കാൻ വല്ലതും വേണോ? എന്തോ വേണ്ടത്? അപ്പം ഉണ്ട്, ചോറുണ്ട്, എന്തോ വേണ്ടേ? അപ്പം മതിയോ? ബാ കഴിക്കാം, അമ്മ ചോറിനാൻ പോ. ബാ വരൂ. ഇന്ന് അമ്മമ്മ എന്തൊക്കെ വട്ട് പിടിപ്പിച്ചു? അവിടെ? അയ്യോ, സ്കൂള് തുറക്കുന്നവരെ അമ്മമ്മയിട്ട് വട്ടം കറക്കും ഇല്ലയോ? അടങ്ങിയിരിക്കണേ, അമ്മമ്മയ്ക്ക് വയ്യ കേട്ടോ. ബാ കഴിക്കാം, ബാ. എന്തുകൊണ്ടോണ്ടിരിക്കും? മുത്ത് ഡ്രൈവിങ്ങിന് ചേർന്നിട്ടുണ്ട്. ഇനി റോഡിൽ എന്തൊക്കെ അഭ്യാസം നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തെ ഓർത്ത് കേട്ടോ. റോഡിൽ ഇറങ്ങുമ്പോൾ മാന്യമായിട്ട് പെരുമാറുക, അധികം സർക്കസ് കാണിക്കാതിരിക്കുക. ഓക്കെ, കൂട്ടുകാരോടും പറയണം.
വണ്ടി കൈ കിട്ടുമ്പോ എല്ലാവർക്കും അങ്ങ് അവരെല്ലാം വലിയ രാജാക്കന്മാരാന്ന വിചാരം. കേട്ടോ, എനിക്ക് പേടിയുണ്ട്, എനിക്ക് ശരിക്കും പേടിയുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ പിടിച്ചു കെട്ടി വെക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളൂ. മോനുകുട്ടന് അപ്പം മതി, മുത്തിനും അത് മതി. ഞാൻ ചോറ് വിളമ്പോട്ടെ. ചോറും മാമിയുടെ സ്പെഷ്യൽ അവിയൽ. ഈ അവിയലിന്റെ കാര്യം മറന്നു പോയേനെ, ഇപ്പൊ നമുക്ക് ജസ്റ്റ് മിസ്സാണ്. പിന്നെ ചിക്കൻ റോസ്റ്റ് ചെയ്തത്, അത് ഇച്ചിരി മതി. കറിയായിട്ടൊന്നുമല്ല, വലിയ ചാറൊന്നുമില്ലാതെ കുഴച്ചെടുത്തതാ കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഇച്ചിരി മോര് കറി എടുക്കാം. കുറേ ദിവസമായി മോര് കറി കൂട്ടിയിട്ട്. ഇന്നലെ അമ്മ മോര് കാച്ചിയായിരുന്നു. ഓമയ്ക്കായോ വെള്ളരിക്കയോ ഏതാണ്ട് ഇട്ട് മോര് കാച്ചിയതാ കേട്ടോ. നോക്കട്ടെ എന്തോ ഇട്ടേക്കുന്നതെന്ന്. ഓമയ്ക്കാന്ന് തോന്നുന്നു. ഇച്ചിരി കൂടെ മോര് കറി. വഴുതനങ്ങയും ചേമ്പും കൂടെ മെഴുക്ക് വരട്ടി ആണ് ഇന്നത്തെ നമ്മുടെ അത്താഴം. ഇപ്പൊ എന്റെ പ്രിയങ്ങളെല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ. അങ്ങനെ ആയിരിക്കണം കേട്ടോ. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണം. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ അങ്ങ് ചിരിച്ചോണ്ടിരിക്കണം. അപ്പൊ ചിലര് പറയും നമുക്ക് വട്ടാന്ന്. അതിൻ്റെ ആക്കരുത്, നമ്മൾ വീണ്ടും ചിരിക്കണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടോ. എന്റെ പൊട്ടത്തരം ഒന്നും കേട്ട് നിങ്ങൾ എന്നോട് പിണങ്ങി പോരുത്. എന്തോ ഒരു സ്വഭാവമാണെന്ന് പറഞ്ഞു കേട്ടോ. ഞാനിങ്ങനെയൊക്കെ ആയിപ്പോയി എന്റെ പ്രിയങ്ങളെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. കഞ്ഞിവെള്ളം ഒഴിച്ചു തരാൻ വന്നതാ. കഴിക്കുന്നോ? ചോറിനോ? ആഹാ, ചില്ല് ഗ്ലാസ്സിലെ കഞ്ഞിവെള്ളം കുടിക്കത്തുള്ളൂ ഇല്ലയോ? പൊട്ടിക്കരുതോ എന്റെ ഗ്ലാസ്. വേറെ ഉണ്ട് കഞ്ഞിവെള്ളം, ആവശ്യം പോലെ ഉണ്ട്.